ക്ഷേത്രങ്ങളിൽ രാമായണ കഥ മാത്രം അവതരിപ്പിച്ചിരുന്ന തോൽപ്പാവക്കൂത്തിനെ പുതിയൊരു കഥയുമായി അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് പാലക്കാട് സ്വദേശി രാമചന്ദ്ര പുലവർ. ബൈബിളിനെ ആസ്പദമാക്കി മിശിഹ ചരിതവുമായാണ് ക്രിസ്മസിന് തോൽപ്പാവക്കൂത്ത് എത്തുന്നത്. സംഗീത, സാഹിത്യ, ചലനങ്ങളുടെ ദൃശ്യ സമന്വയമാണ് തോൽപ്പാവക്കൂത്ത് എന്ന ക്ഷേത്ര കലാരൂപം. വള്ളുവനാടിന്റെ പ്രത്യേകതയായ തോൽപ്പാവകൾ എന്നും അവതരിപ്പിച്ചിരുന്നത് രാമായണ കഥ മാത്രമാണ്. യേശുദേവന്റെ കഥ പറയുന്ന 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പാവക്കൂത്താണ് ക്രിസ്തുമസ് കാലത്ത് ശ്രദ്ധ നേടുന്നത്. രാമായണമല്ലാതെ മറ്റു കഥകൾ അവതരിപ്പിച്ചാൽ വിജയിക്കില്ലെന്ന ധാരണയാണ് മിശിഹ ചരിതം കഥയിലൂടെ പാവക്കൂത്ത് കലാകാരനായ രാമചന്ദ്ര പുലവർ തിരുത്തിയിരിക്കുന്നത്. രാജകൊട്ടാരത്തിലല്ലേ യേശു പിറന്നത്? അല്ലല്ല, ഈ പുൽക്കൂട്ടിലാണ്. ബൈബിളിന്റെ പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ആട്ടപ്രകാര ശൈലിയിൽ സംസ്കൃത ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയത് രാമചന്ദ്ര പുലവരും റിട്ടയർഡ് കോളേജ് അധ്യാപകനായ VA വർഗീസ് എന്ന സുഹൃത്തും കൂടിയാണ്. 125ലേറെ പാവകളാണ് വിവിധ കഥാപാത്രങ്ങളായി മിശിഹ ചരിതത്തിൽ വേദിയിലെത്തുന്നത്. ഉണ്ണിയേശുവിന്റെ ജനനം മുതൽ ബൈബിളിലെ പ്രധാന സംഭവ വികാസങ്ങളാണ് പാവക്കൂത്തിലൂടെ അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. ഹൈന്ദവ ആചാരങ്ങൾ മാത്രം ഒതുങ്ങി നിന്നാൽ മാത്രം പോരാ, ലോകാലോകമെങ്ങും ഈ പാവകളി അറിയപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വർഷാവർഷം ഓരോ കഥ ചെയ്യാറുണ്ട്. അമ്പലങ്ങളിൽ രാമായണം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദികളില്ല. അപ്പോൾ ഇതിലേക്ക് പുതിയ തലമുറ വരുന്നില്ല. മുഴുവൻ സമയവും ബാക്കിയുള്ള 8 മാസങ്ങളിലും വേദികൾ ലഭിക്കണം, സ്റ്റേജ് പ്രോഗ്രാം ലഭിക്കണം എന്നതിനെ ആസ്പദമായിക്കൊണ്ടാണ് യേശുദേവന്റെ കഥയും കൂടി ഞാൻ ചെയ്യാൻ ആരംഭിച്ചത്. മാൻതോലിലാണ് പരമ്പരാഗതമായ തോൽപ്പാവ നിർമ്മാണമെങ്കിലും ലഭ്യതക്കുറവ് കാരണം ആട്ടിൻതോലിലാണ് മിശിഹ ചരിതത്തിലെ പാവകളെ നിർമ്മിച്ചിരിക്കുന്നത്. ചുമർ ചിത്രങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത ചായക്കൂട്ടുകളാണ് പാവകൾക്ക് നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടും വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വള്ളുവനാടിന്റെ മാത്രം ക്ഷേത്ര കലാരൂപമായ തോൽപ്പാവക്കൂത്ത് ക്ഷേത്രാങ്കണങ്ങൾ വിട്ട് പള്ളിമുറ്റങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ നാരായണ നമ്പൂതിരിക്കൊപ്പം കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.